Hello friends, welcome to our channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നേ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ മഹീന്ദ്ര ഫിനാൻസ് ഉണ്ടല്ലോ, മഹീന്ദ്രക്കാരുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് മഹീന്ദ്ര ഫിനാൻസ്. അവർ ആക്ച്വലി ഇപ്പോൾ RBL ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പുതിയ ക്രെഡിറ്റ് കാർഡ്സ് ലോഞ്ച് ചെയ്യാൻ പോകും. നിങ്ങൾക്കറിയാം നമ്മുടെ RBL ബാങ്ക് ഓൾറെഡി ബജാജ് ഫിൻസർവായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ബജാജ് ഫിൻസർവ് RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഉണ്ട്, നമ്മൾ ഓൾറെഡി അതിൻ്റെ അൺബോക്സിംഗ് പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാനെല്ലാം എൻ്റെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സംഭവം അതിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ RBL ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ മഹീന്ദ്ര ഫിനാൻസ് ഇപ്പോൾ അവരുടെ കോബ്രൻ്റെ ക്രെഡിറ്റ് കാർഡ് ഇറക്കാൻ പോകാൻ കേട്ടോ. ആക്ച്വലി RBIയുടെ സൈഡിൽ നിന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഇതിന് അപ്രൂവലും സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ RBL ബാങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4% ഷെയർ ഹോൾഡറാണ് നമ്മുടെ മഹീന്ദ്ര ഫിനാൻസ്. അപ്പോൾ മഹീന്ദ്ര ഫിനാൻസ് ഓൾമോസ്റ്റ് RBL ബാങ്കിൽ 400 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ശതമാനം ഷെയർ ഹോൾഡേഴ്സാണ് മഹീന്ദ്ര ഫിനാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആക്ച്വലി അവർ ഒന്നും കൂടിയും ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ബിസിനസ് കൂട്ടാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നടക്കും. അവർ 2 ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കാർഡാണ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഒരെണ്ണം എൻട്രി ലെവൽ കാർഡും ഒരെണ്ണം നമ്മുടെ മിഡിൽ കാറ്റഗറിയിൽ വരുന്ന കാർഡ് കിട്ടാം. അതായത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 1000 to 1500 രൂപ റേഞ്ചിൽ വരുന്ന ആനുവൽ ഫീസും ജോയിൻ ഫീസും വരുന്ന കാർഡായിരിക്കും ഇറങ്ങാൻ പോകുന്നതാണ് അവർ ആക്ച്വലി മെൻഷൻ ചെയ്തേക്കുന്നത്. കറക്റ്റ് കൺഫേം കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഇതിലത്തെ തന്നെ നമ്മുടെ എൻട്രി ലെവൽ കാർഡ് ഉണ്ടല്ലോ, അതുപോലെ അത് ആക്ച്വലി ഇനീഷ്യലി എന്താ പറയുക ലൈഫ് ടൈം ഫ്രീ ആയിട്ടും ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു റൂമറും സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ, അത് കറക്റ്റായിട്ട് കൺഫേമും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയണ്ടായിരിക്കും നമ്മുടെ ബജാജ് ഫിൻസർവിൻ്റെ RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡ്. അതുപോലെ തന്നെ ഇപ്പോൾ RBL ബാങ്കിൻ്റെ വേറെ ക്രെഡിറ്റ് കാർഡ്സ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്, നമ്മുടെ മഹീന്ദ്ര ഫിനാൻസ് RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ബജാജ് ഫിൻസർവിൻ്റെ RBL ബാങ്ക് ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് സെറ്റാപ്പിൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഞങ്ങളുടെ റെഫറൽ ലിങ്ക് ആണ്, എൻ്റെ റെഫറൽ ലിങ്ക് ആണ്, മറക്കണ്ട. അപ്പോൾ ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനലിൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.